നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ അർച്ചനെ, നീ എന്താ ഈ ചെയ്യുന്നേ? പ്രസാദത്തിൽ എന്തിനാ ആവണക്കണ്ണ ഒഴിച്ചത്? ഞാൻ നോക്കിയിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ല എടുത്തി. ആർക്ക് കൊടുക്കാനാ ഇത്? ആർക്കായിരിക്കും? ഒരു അതിഥി വന്നിട്ടുണ്ടല്ലോ ഇവിടെ, അവനെ കൊണ്ട് പൊറുതി മുട്ടി. ഇത് കുറച്ച് കടന്ന കൈയാണേ. ഇത് കഴിച്ച അവൻ പിന്നെ 2 ദിവസത്തേക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങൂല. ഇറങ്ങരുത്, അത്രയ്ക്ക് ശല്യം അവൻ. എടുത്തി വാ. കൊണ്ടുകൊടു. എടുത്തി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദ. അയ്യോ, എനിക്കിപ്പോ വേണ്ടായിരുന്നു. ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞ് പൊട്ടാറായി. അയ്യോ, അതൊന്നും പറ്റില്ല. ഇതുകൂടി കഴിക്ക്. ഈ വീട്ടിലെ ഏതെങ്കിലും ഒഴിയാബാധയുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോവാൻ ഞാൻ നേർന്ന പ്രസാദ. മോൻ നിർബന്ധമായിട്ടും കഴിക്കണം. പ്രസാദമല്ലേ, അതിനെ നിന്ദിക്കണ്ട. ധനുഷെടുത്ത് കഴിക്ക്. കഴിച്ചോ? എന്താ? എന്തു പറ്റി? ഒന്നുമില്ല. അല്ലല്ല, എന്തോ ഉണ്ട്. ഉണ്ടോ? ബാത്റൂമിൽ പോകാൻ തോന്നുന്ന പോലെ ഇരിക്കുന്നു. ആണോ? അയ്യേ, അതിനെന്താ ഇത്ര നാണക്കേട്? മോന് വേണമെങ്കിൽ എഴുന്നേറ്റ് പൊക്കോ. ഇനി ഇവിടെ അത് പ്രശ്നമാക്കണ്ട. എന്താ, സ്നേഹിക്കും പോണോ? വേണ്ട, എങ്കിരുന്ന് കഴിക്കും. എനിക്കറിയായിരുന്നു എന്നെങ്കിലും ഈ ഒരു ചോദ്യം നീ എന്നോട് ചോദിക്കുന്ന. നിന്റെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറഞ്ഞ അതിനൊരു വാക്കേ ഉള്ളൂ: ചതി. മാഷും കമലെടുത്തി എന്ന പാവങ്ങൾക്ക് വേറെ ആരും അറിയാത്തൊരു മുഖം കൂടിയുണ്ട്.
നിന്റെ വിവാഹ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞ മുഖം. നല്ലവരായി നിന്ന് അഭിനയിച്ച് അവര് നമ്മളെ വലിയൊരു ചതിയിൽ കൊണ്ട് പെടുത്തുകയായിരുന്നു. അർച്ചന ഒരിക്കലും ഒരു അമ്മയാവില്ലെന്ന് ഞാൻ അറിയുന്നത് വിവാഹ തീയതി വരെ നിശ്ചയിച്ചിട്ടാ. അപ്പോഴാ അർച്ചനയുടെ അച്ഛനെ അമ്മയെ ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്. ഒരു വലിയ വീട്ടിലേക്ക് അവരുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ള അത്യാഗ്രഹത്തിൽ നിന്നാ ഇതൊക്കെ സംഭവിച്ചത്. എന്നെ പറഞ്ഞു പറ്റിച്ച് അവരെ ആഗ്രഹം നടപ്പിലാക്കി എന്നുള്ളതാ സത്യം. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം നിനക്ക് അർച്ചനെ വിവാഹം കഴിക്കേണ്ടി വന്നത്. എന്നെ അവര് ചതിച്ചു കളഞ്ഞു സച്ചി. എല്ലാം അറിഞ്ഞ നിമിഷം ഏട്ടത്തിക്ക് ആ വിവരം എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാ ഏട്ടത്തി അപ്പോഴും എന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ചത്? നിന്നോട് എല്ലാം പറയാന്ന് കരുതി തന്നെയാ ഞാൻ ഇരുന്നേ. പക്ഷേ പിന്നീട് ഞാൻ നിന്നെ കാണുന്നത് ഹോസ്പിറ്റൽ വരാന്തയിൽ വെച്ചാ. നമ്മുടെ അച്ഛൻ ICUലും. ആ അവസ്ഥയില് ഞാൻ ഇതെല്ലാം നിന്നോട് പറഞ്ഞ നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറും. അത് അച്ഛനറിയുമ്പോ ആകെ തകർന്നു പോവും. ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോ നമ്മുടെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. എനിക്കപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നടാ. നമ്മുടെ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നീട് പെട്ടെന്ന് നിന്റെ വിവാഹം കഴിഞ്ഞു. അച്ഛനിപ്പോ ജീവനോടെ ഉള്ളത് ഞാനെന്നത് മറച്ചു വെച്ചതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ചങ്കു പൊട്ടി മരിച്ചേനെ. അർച്ചനയുടെ അമ്മയച്ഛനും ചെയ്ത ചതിയില് പാവം നമ്മുടെ അച്ഛനെ കുരുതി കൊടുക്കണമായിരുന്നോ ഞാൻ? നീ എത്ര വേണേലും എന്നെ കുറ്റപ്പെടുത്തിയാലും എന്നെ കൊണ്ടതിന് കഴിയില്ല സച്ചി. ഞാൻ ചെയ്യയില്ല. ഏട്ടത്തി ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.